ഹായ് വ്യൂവേഴ്സ്, ഞാൻ നിങ്ങളുടെ പൗർണമി. ഇന്നത്തെ ഒരു റെക്കമെൻഡഡ് വീഡിയോ ആണ്. ഇതിനകത്ത് ചോദിച്ചിരുന്നത് സി സെക്ഷൻ്റെ സ്റ്റിച്ച് ക്യൂർ ആകാനൊക്കെ എത്ര ദിവസമായി, അതിനെക്കുറിച്ചിട്ട് പറയാമോ, അതുപോലെ ഇൻഫെക്ഷൻ ആകാണ്ടിരിക്കാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് പറയാമോ എന്ന് പറഞ്ഞിട്ട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ എൻ്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു 3 to 4 hours ലേബർ പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് എമർജൻസി സി സെക്ഷൻ ചെയ്യേണ്ടി വന്നു. സെപ്റ്റംബർ 29-ന് 4:58-നാണ് മോള് ജനിക്കുന്നത്. മോളെ പുറത്തെടുത്ത് ഒരു 10 മിനിറ്റായി സ്റ്റിച്ചൊക്കെ ഇടാനായിട്ട്. അത് കഴിഞ്ഞൊരു എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 20 മിനിറ്റ്സിനകത്ത് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് എന്നെ ICUയിലേക്ക് മാറ്റി. നമ്മൾ ഈ അനസ്തേഷ്യ കാരണം ഒന്നും തന്നെ അറിയത്തില്ല. വയറിന് താഴോട്ട് കാലുള്ളത് പോലും നമുക്കറിയില്ല. ശരിക്കും വേദന അറിയുന്ന അടുത്ത ദിവസമായിരിക്കും. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ടോയ്ലറ്റിൽ എണീറ്റ് പോകാൻ പറഞ്ഞു. എണീറ്റ് നടന്ന് തന്നെ പോകണം എന്ന് പറഞ്ഞു. അതിനായിട്ട് എണീക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് പറ്റുന്നതേ ഇല്ല, ഭയങ്കര വേദന. അപ്പോൾ എനിക്ക് തോന്നി ഈ ലേബർ പെയിൻ അറിഞ്ഞ് പ്രസവിക്കുന്നവർ മാത്രമേ അമ്മയാകുള്ളൂ. സി സെക്ഷൻ കഴിഞ്ഞ് സുഖമായിട്ട് പ്രസവമൊക്കെ കഴിഞ്ഞ് കുട്ടിയും കൊണ്ട് വരുന്നവർ വലിയ കാര്യമൊന്നുമല്ല, അതിനെന്താ വേദന, അവരൊന്നും ശരിക്കുള്ള അമ്മയൊന്നും ആകത്തില്ലെന്ന് പറയുന്നവർ ഒരിക്കലെങ്കിലും ലൈഫിൽ വേദന അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്ക് പെയിനായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് നഴ്സിനോട് പറഞ്ഞു, ദയവ് ചെയ്ത് സിസ്റ്ററെ എനിക്ക് കുറച്ച് സമയം കൂടെ റെസ്റ്റ് തരുമോ, ഞാനൊരു ഉച്ച കഴിയുമ്പോഴത്തേക്ക് എണീക്കാം എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി പറ്റത്തില്ല, ഇങ്ങനെ കിടന്നാലൊന്നും പറ്റത്തില്ല, എണീറ്റേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് എങ്ങനെയൊക്കെയോ എണീറ്റു. എന്നിട്ട് എന്നെ റൂമിലൊക്കെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓരോ തവണ ടോയ്ലറ്റിൽ പോകാനൊക്കെ എണീക്കുമ്പോഴും ജീവൻ പോകുന്ന വേദന ഉണ്ടായിരുന്നു. കിടക്കുമ്പോഴും എണീക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞ വേദന. അതായത് നമ്മൾ മൂവ് ചെയ്യുമ്പോഴാണ് വേദന. അതല്ലാണ്ട് നമ്മൾ ഇങ്ങനെ അനങ്ങാണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും അറിയത്തില്ല. അവിടെ ഒരു മുറി ഉള്ളത് പോലും ചിലപ്പോൾ അറിയത്തില്ല. അത് കഴിഞ്ഞ് എനിക്ക് 5 ദിവസം ഈ പെയിൻ ഉണ്ടായിരുന്നു. 5ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് എല്ലാം ക്യൂറായി. പിന്നെ എനിക്ക് വേദനയൊന്നുമില്ല. ആ ഭാഗത്ത് വേറെ പ്രശ്നങ്ങളോ വേറെ കോംപ്ലിക്കേഷൻസോ ഒന്നും തന്നെ വന്നില്ല. അപ്പോൾ ഇതിനായിട്ട് ഞാൻ എന്തൊക്കെ കെയറാണ് ചെയ്തതെന്നുള്ളത് പറയാം. പിന്നെ അതിന് മുന്നേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങളൊരു ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുകയോ അല്ലെങ്കിൽ നിങ്ങളൊരു കുട്ടീനെ കാണാൻ ഗസ്റ്റായിട്ട് പോകുന്നവരോ ആണെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് ആ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീക്ക് സി സെക്ഷൻ ആണ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല. എല്ലാവരും ഈ വേദനയൊക്കെ അറിയുന്നതാണ്. ലേബർ പെയിനൊക്കെ ആയിരുന്നു, അപ്പോൾ നീ എങ്ങനെ സഹിച്ചേനെ? അതല്ല, നീ കുഞ്ഞിലെ മുതലേ വേദനയൊന്നും സഹിക്കാത്തത് കൊണ്ടാണ് ഇത് ഭയങ്കര വേദനയായിട്ട് തോന്നുന്നത്. ഇങ്ങനത്തെ കമൻറ്റുകളൊക്കെ പാസ് ചെയ്ത് കൂടുതൽ വിഷമിപ്പിക്കാണ്ടിരിക്കുക. അപ്പോൾ നമുക്കിനി എന്തൊക്കെ കെയറാണ് കൊടുക്കാനുള്ളതെന്ന് നോക്കാം. ഇതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത്, അനങ്ങാണ്ട് കിടക്കരുത്. എങ്ങനെയെങ്കിലും ഒരു 10 മുതൽ 20 സ്റ്റെപ്പെങ്കിലും നടക്കാനായിട്ട് ശ്രമിക്കണം. നല്ല വേദനയായിരിക്കും. വേദനയില്ലാത്ത സംഭവമാണെന്ന് വിചാരിക്കുകയും ചെയ്യരുത്. വേദന ഉണ്ടാവുമെന്ന് എക്സ്പെക്ട് ചെയ്താൽ തന്നെ കുറേയൊക്കെ നമുക്ക് പിടിച്ച് നിർത്താനായിട്ട് പറ്റും. അപ്പം നമുക്ക് ടോയ്ലറ്റിലൊക്കെ പോകാനായിട്ടൊക്കെ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചോദിക്കുക. പിടിച്ച് മെല്ലെ മെല്ലെ നടക്കുക. ടോയ്ലറ്റിൽ മാത്രം പോയിട്ട് വന്ന് തിരിച്ച് കിടക്കാണ്ടിരിക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ കിടക്കുന്ന റൂമിനുള്ളിൽ ഒരു പ്രാവശ്യം നടന്നിട്ട് കിടക്കുക. എത്രത്തോളം ചെറിയ രീതിക്കുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവുമോ അത്രത്തോളം പെട്ടെന്ന് മുറിവ് ഉണങ്ങും. അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ടൈറ്റായിട്ടുള്ള ഡ്രസ്സ് യൂസ് ചെയ്യരുത്. മാക്സിമം ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റീസൊക്കെ വാങ്ങാനായിട്ട് കിട്ടും. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് കാറ്റും കയറും. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് വന്നിട്ട് സ്റ്റിച്ച് എങ്ങനെയുണ്ടെന്ന് ചെക്ക് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. സോ വേറെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ആണെങ്കിൽ അവർക്കും ആ ഡ്രസ്സ് റിമൂവ് ചെയ്തിട്ട് നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, നമുക്കും ബുദ്ധിമുട്ടായിരിക്കും. കാറ്റും കയറത്തില്ല, ഈ മുറിവ് വേഗം ഉണങ്ങത്തുമില്ല. അപ്പോൾ ലൂസായിട്ടുള്ള ഫ്രണ്ട് ഓപ്പൺ നൈറ്റീസൊക്കെ നേരത്തെ തന്നെ വാങ്ങി വെക്കാനായിട്ട് ശ്രമിക്കാം. 3rd ഡേ ആയപ്പോഴത്തേക്ക് എൻ്റെ സ്റ്റിച്ചിന് മുകളിലൊരു പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് കുളിച്ചോളാൻ പറഞ്ഞു. ചൂടുവെള്ളത്തിൽ കുളിക്കണം, ഭയങ്കര ചൂടുവെള്ളമല്ല, വാം വാട്ടറിൽ കുളിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ചില ഹോസ്പിറ്റലിലാണെങ്കിൽ 1 ആഴ്ച 2 ആഴ്ച വരെയും കുളിക്കരുതെന്ന് പറയും. അങ്ങനെയാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുളിക്കാണ്ടിരിക്കുക. അത് ആ സ്റ്റിച്ചിൽ വരുന്ന വ്യത്യാസം കാരണമാണ് കേട്ടോ. അതിനനുസരിച്ചിട്ട് ഡോക്ടേഴ്സ് തന്നെ നമുക്ക് ഗൈഡൻസ് തരും എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ എന്നോട് പറഞ്ഞത് 3ാമത്തെ ദിവസം കുളിക്കാൻ പറഞ്ഞു. അപ്പോൾ കുളിച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ, ആ സ്റ്റിച്ചിൻ്റെ പോർഷൻ നന്നായിട്ട് ഡ്രൈ ആക്കുക. ഒരിക്കലും അവിടെ വെള്ളം ബാക്കി നിൽക്കാൻ പാടില്ല. മൊത്തം വെള്ളവും പോകുന്ന രീതിക്ക് നല്ലപോലെ ഡ്രൈ ആക്കണം. എന്നിട്ട് എനിക്കൊരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതവിടെ അപ്ലൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അത് അപ്ലൈ ചെയ്യുക. വേണമെങ്കിൽ 2 പ്രാവശ്യമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാം. മോർണിംഗ് വൺസ്, ഈവനിങ് വൺസ്, അങ്ങനെ അപ്ലൈ ചെയ്യാം. അത് തന്നെ നല്ലൊരു ഡിഫറൻസ് ഉണ്ടാക്കി. പെയിൻ ഉണ്ട് എങ്കിലും മുറിവ് ഉണങ്ങുന്നുണ്ട്, നല്ലോണം ക്യൂർ ആകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടേഴ്സ് റൗണ്ട്സിന് വരുമ്പോഴത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ടായിരുന്നു. പിന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ സമയത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് വെച്ചാൽ കോൺസ്റ്റിപ്പേഷനാണ്. കാര്യം ഈ സ്റ്റിച്ചും കൊണ്ട് നമുക്ക് നടക്കാൻ പോലും ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ കോൺസ്റ്റിപ്പേഷൻ കൂടെ വന്നാലുള്ള കാര്യം ചിന്തിക്കാനുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു കാര്യം അനുഭവിക്കേണ്ടി വന്നില്ല കേട്ടോ. ഭാഗ്യത്തിന്
എനിക്ക് 4 days എങ്ങാണ്ട് ടോയ്ലറ്റിൽ പോകേണ്ട ആവശ്യം വന്നില്ല. പക്ഷെ അതൊരു പ്രശ്നമൊന്നുമില്ല, ചിലർക്ക് അങ്ങനെ വരുന്നുണ്ട്. എൻ്റെ അടുത്ത് ഡോക്ടർ എന്നെ പറഞ്ഞു ചിലപ്പോൾ 3 ദിവസം 4 ദിവസമൊക്കെ ടോയ്ലറ്റിൽ പോകേണ്ടി വരത്തില്ല, ഇനി കോൺസ്റ്റിപ്പേഷൻ ആയിട്ട് വരാണ്ടിരിക്കാൻ മാത്രം നോക്കണം എന്ന് പറഞ്ഞു. 3-4 ദിവസമൊക്കെ ടോയ്ലറ്റിൽ പോകണം എന്ന് തോന്നുന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, പോകാൻ തോന്നുന്നുണ്ട് പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡോക്ടറോട് പറയുക. ഭയങ്കരമായിട്ട് നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ സ്റ്റിച്ച് ഭയങ്കരമായിട്ട് വേദനിക്കും. സോ അത് ചെയ്യാണ്ടിരിക്കുക. പിന്നെ കോൺസ്റ്റിപ്പേഷൻ വരാണ്ടിരിക്കാനായിട്ട് ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, നിറച്ച് വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് ടോയ്ലറ്റിൽ പോകേണ്ടി വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാണ്ടിരിക്കരുത്, കോൺസ്റ്റിപ്പേഷൻ ഉറപ്പായിട്ടും വരും. പിന്നുള്ളൊരു കാര്യം, ഒരു 6 ആഴ്ചത്തേക്ക് വെയിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. നമ്മളുടെ പുറമേ ഉള്ള സ്റ്റിച്ചൊക്കെ ക്യൂർ ആയി എങ്കിലും ഉള്ളിലൊരു സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടാവും. സോ ആ സ്റ്റിച്ച് ഉണങ്ങുന്നത് വരെ, അതായത് ഒരു 6 മുതൽ 8 ആഴ്ച വരെയും സ്യൂട്ട് കേസൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുക, ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കൊണ്ട് നടക്കുക, ഇങ്ങനത്തെ വെയിറ്റൊക്കെയാണ് എടുക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അതല്ലാണ്ട് കുട്ടീനെ എടുക്കരുതെന്നല്ല കേട്ടോ, അതൊക്കെ എടുക്കാം. വലിയ രീതിക്കുള്ള വെയിറ്റൊന്നും എടുത്ത് നടക്കാൻ പാടില്ല. പിന്നെ സി സെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ടോ, അയ്യോ ഇനി ലൈഫ് ലോങ് ബാക്ക് പെയിൻ ഉണ്ടാവും, എന്ത് ചെയ്യും എന്ന് പറയും. സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന ഇഞ്ചക്ഷൻ അല്ല ഈ ബാക്ക് പെയിനിന് പിന്നിലെ റീസൺ. ആ മരുന്ന് കുറച്ച് മണിക്കൂറുകൾ മാത്രമേ നിങ്ങളുടെ ബോഡിയിൽ നിൽക്കത്തുള്ളൂ, അത് കഴിഞ്ഞാൽ അതങ്ങ് പുറത്തു പോകും, അതിന് എഫക്റ്റ് ഇല്ല. ആ മരുന്നല്ല ഇതിൻ്റെ പിന്നിലെ റീസൺ. പക്ഷേ പലരും പറയുന്നത് നട്ടലിൽ ഇഞ്ചക്ഷൻ തന്നത് കൊണ്ടാണ് ബാക്ക് പെയിൻ ഉണ്ടാവുന്നതെന്ന്. ശരിക്കും അങ്ങനെയല്ല, നമ്മളുടെ മോശമായ പോസ്ചറാണ് അതിൻ്റെ കാരണം. കുട്ടിക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഇങ്ങനെ വളഞ്ഞിട്ടിരിക്കുക, അതുപോലെ തന്നെ കുട്ടിയെ എടുക്കുമ്പോൾ ബാക്കിലൊരു കഴപ്പോ അതുപോലെ വേദനയോ വല്ലതും അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ പോസ്ചർ മാറ്റി പിടിക്കുക, കുട്ടിയെ പിടിച്ചിരിക്കുന്ന രീതി മാറ്റി പിടിക്കുക, നല്ലോണം എങ്ങനെയാണ് ഹോൾഡ് ചെയ്യണം എന്ന് അറിയാമെന്നുള്ളവരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കുക. നമ്മൾ കുട്ടിയുടെ വെയിറ്റ് കുറവാണെങ്കിൽ തന്നെയും നമ്മൾ ശരിയായ രീതിയിലല്ല കുട്ടിയെ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് ബാക്കിലൊരു ആദ്യം ഒരു ചെറിയ വേദനയായിരിക്കും, പിന്നെ അത് പെർമനൻ്റ് ആയിട്ടുള്ള വേദനയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. സോ അത് നോക്കുക, കുട്ടിക്ക് ഫീഡ് ചെയ്യുന്നതും കുട്ടിയെ എടുക്കുന്നതും കറക്റ്റായിട്ടുള്ള പോസ്ചറിൽ ചെയ്യുക. അതുപോലെ തന്നെ ഈ പ്രസവം കഴിയുമ്പോഴത്തേക്ക് വയറ് ഭയങ്കരമായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുമല്ലോ കുറേ ദിവസത്തേക്ക്, അത് നമ്മൾ അങ്ങനെ തന്നെ കൊണ്ട് നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ വയറിൻ്റെ ആ തൂങ്ങിക്കിടക്കുന്ന വയറ് കാരണം നമുക്ക് ബാക്ക് പെയിൻ ഉണ്ടാവാം. സോ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ബാക്ക് പെയിനിന് പിന്നിലുള്ള റീസൺസ് എന്ന് പറയുന്നത്, അതല്ലാണ്ട് നമുക്ക് തരുന്ന ഇഞ്ചക്ഷൻ അല്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഡയറ്റാണ്. നല്ല രീതിക്കുള്ള ഫുഡ് കഴിച്ചാൽ വേഗം ഈ മുറിവൊക്കെ ഉണങ്ങും. അതിന് നമ്മൾ കഴിക്കേണ്ടത് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ നല്ല പോലെ കഴിക്കണം. അതുപോലെ 1 ടീസ്പൂൺ നെയ്യ് ഡെയിലി കഴിക്കാനായിട്ട് ശ്രമിക്കുക. നല്ല നെയ്യ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും, പെട്ടെന്ന് ഈ മുറിവ് ഉണങ്ങാനായിട്ടൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറയ്ക്കുക, മൈദയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ കുറയ്ക്കുക, ഷുഗർ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫുഡ് കുറയ്ക്കണം. നമുക്ക് ആ സമയത്ത് ഭയങ്കരമായിട്ട് ഷുഗറൊക്കെ കഴിക്കണമെന്ന് തോന്നും, കാര്യം ഇത്രയും ദിവസം കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കഴിക്കാണ്ടിരിക്കും. പക്ഷേ ഇപ്പോഴത്തേക്ക് കുട്ടിയെ പുറത്തേക്ക് വന്നല്ലോ, അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റിച്ചിൻ്റെ ഭാഗം ക്യൂറാകാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ പെട്ടെന്ന് കയറി വണ്ണം വയ്ക്കുകയും ചെയ്യും. ഞാൻ ഈ സമയത്ത് എന്തൊക്കെയാണ് കഴിച്ചിരുന്നതെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് രാത്രി ഓട്സ് ആയിരുന്നു കഴിച്ചിരുന്നത്. അതിൻ്റെ റീസൺ എന്തെന്ന് വെച്ചാൽ എനിക്ക് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എരിവും എണ്ണ അടങ്ങിയ ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് രാത്രി അത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ എനിക്ക് എണീറ്റ് നടക്കണമെന്ന് തോന്നും, ഈ സ്റ്റിച്ചും കൊണ്ട് അത് നടക്കാൻ പറ്റത്തില്ല. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഓട്സ് ആയിരുന്നു കഴിച്ചിരുന്നത്. ഓട്സ് പാല് കൂട്ടാനൊക്കെ സഹായിക്കും എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനത്തെ എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. എനിക്ക് വളരെ ഫീഡ് കുറവായിരുന്നു. അത് സി സെക്ഷൻ ആകുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമല്ലോ, ആദ്യമൊക്കെ ഫീഡ് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ ഓട്സ് കാരണം എനിക്ക് പാലിൻ്റെ ക്വാണ്ടിറ്റി കൂടിയൊന്നുമില്ല, പക്ഷേ എനിക്ക് ഓട്സ് കഴിക്കുന്നത് കൊണ്ട് വയറിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, വളരെ കംഫർട്ടബിൾ ആയിരുന്നു. പിന്നെ നല്ല രീതിക്ക് മീൻ കഴിക്കുന്നുണ്ടായിരുന്നു, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പച്ചപ്പയറും രാജ്മ എന്ന് പറയില്ലേ, ആ പയറും ഒക്കെ നല്ലപോലെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് ആ സ്റ്റിച്ച് ക്യൂർ ആകും. പിന്നെ എനിക്കുണ്ടായിരുന്ന കോംപ്ലിക്കേഷൻ എന്ന് പറയാനായിട്ടൊന്നുമില്ല. സ്റ്റിച്ച് 5ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങിയെന്ന് ഡോക്ടർ റൗണ്ട്സിന് വന്നപ്പോൾ തന്നെ പറഞ്ഞു. 5th ഡേ ആണ് ഞാൻ വീട്ടിൽ വരുന്നതും. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മോളുടെ കാര്യം എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലെത്തി. എനിക്ക് പെയിനൊക്കെ നല്ല രീതിക്ക് മാറി. കിടന്നിട്ട് എണീക്കുമ്പോൾ മാത്രം ഒരു സപ്പോർട്ട് വേണമായിരുന്നു. അതും ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിയായി. എനിക്ക് ആദ്യത്തെ ഒരു 3 ദിവസം ഹോസ്പിറ്റലിൽ നിന്നപ്പോൾ തന്നെ ഒരു 3 days എനിക്ക് നല്ല രീതിക്ക് തലവേദന ഉണ്ടായിരുന്നു. അതിന് ഡോക്ടേഴ്സ് എന്നെ മരുന്ന് തന്നു, അപ്പോൾ തന്നെ ശരിയായി. പിന്നുള്ളൊരു കാര്യം എന്തായിരുന്നെന്ന് വെച്ചാൽ എൻ്റെ കാലിൽ നീരുണ്ടായിരുന്നു. മിക്ക സി സെക്ഷൻ കഴിയുന്നവർക്കും ഇത് ഫേസ് ചെയ്യേണ്ടി വരും, കാലിലിങ്ങനെ നീര് വരും. അതും ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് പോയി. അതല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷനും ഉണ്ടായില്ല. വളരെ വേഗം എൻ്റെ സ്റ്റിച്ച് നല്ലപോലെ ക്യൂർ ആവുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കണം. ഇന്നത്തെ വീഡിയോ ഇതാണ്. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.